ഒരു അമ്മയാകുക എന്ന് പറയുന്നൊരു സ്ത്രീയുടെ സ്വപ്നമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അമ്മയാകുന്ന സമയത്തേക്ക് അവർ അറിയുമ്പോൾ തന്നെ പ്രിപ്പയർഡ് ആവാറുണ്ട്. പ്രസവാനന്തര ശുശ്രൂഷകൾ, അതായത് നമ്മളിപ്പോൾ പറയുന്നത് പോസ്റ്റ്നാറ്റൽ ആയതുകൊണ്ട് പ്രസവത്തിന് ശേഷമുള്ള ശുശ്രൂഷകൾ എന്തൊക്കെയായിരിക്കും മെയിൻലി നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുക? പ്രസവാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡബിൾ ആണ്. ഓരോ അമ്മയ്ക്കും ഓരോ രീതിക്കാണ് നമ്മൾ ചെയ്തു വരുന്നത്. പ്രധാനമായിട്ടും ആയുർവേദത്തിൽ പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സൂതികാകാലം എന്ന് പറയുന്നുണ്ട്. ഒരു 42 days മദറിന് കൊടുക്കേണ്ട സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സും ഫുഡ് ഐറ്റംസും അങ്ങനെയൊക്കെ ഓരോ ഇതായിട്ടാണ് പ്രസവരക്ഷ വരുന്നത്. അപ്പം നമുക്ക് പ്രസവരക്ഷ എന്ന് പറയുമ്പം ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതലും നമ്മൾ കൊടുക്കുന്നത് ആദ്യം റെസ്റ്റ്, നല്ലോണം റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. പിന്നെ അതേ കണക്ക് അവരെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാൻ പറയാറുണ്ട്. പിന്നെ കൂടുതലും പ്രസവം കഴിഞ്ഞ അമ്മമാർക്ക് നടുവേദന പോലത്തെ ഉള്ള അസുഖങ്ങൾ കാണും, ചില ജോയിന്റ് പെയിൻസ് അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിന് ആയുർവേദം ഭയങ്കരമായിട്ട്, ആയുർവേദത്തിലെ ചില പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈക്ക് ചെറിയ രീതിക്ക് അഭ്യംഗം എന്ന് തടവുന്നത്, അതേ കണക്ക് തന്നെ വേദ് നമ്മൾ പണ്ടത്തെ കണക്ക് ഭയങ്കര തിളച്ച വെള്ളം കോഴി ഒഴിക്കുന്ന ഒരു രീതിയൊന്നും അല്ല. ഇപ്പം അതൊക്കെ റിഫൈൻ ചെയ്ത് ഒരു അമ്മയ്ക്ക് കംഫർട്ട് കിട്ടുന്ന രീതിക്കായിരിക്കും നമ്മളത് ചെയ്തു വരുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ അവരുടെ ഡയറ്റ് ഹാബിറ്റ്സ്, കുറുക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ കുറേ കിട്ടാത്ത മരുന്നുകൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കുറുക്കുകളല്ല, കൺസ്യൂമബിൾ ആയിട്ടുള്ള വലിയ ദോഷങ്ങളൊന്നും വരാത്ത കണക്കുള്ള കുറുക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പത്മസ്പർശിയിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു ടൈമിൽ അമ്മയുടെ കുറേ റുട്ടീൻ കറക്റ്റ് ആക്കി കൊണ്ടുപോകാൻ നമ്മൾ നോക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പം അവർക്ക് ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ ഒരു ഹെഡ് മസാജ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതേ കണക്ക് തന്നെ അവർക്ക് കുറേ ആക്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതേ കണക്ക് ഫേസ് പാക്ക് കൊടുക്കുന്നത്, സ്ട്രെച്ച് മാർക്കിന് വരുമ്പോൾ അതിൻ്റെ ഓയിൽ മസാജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഒരു റിലാക്സിങ് ആണ് അവിടെ കൊടുക്കുന്നത്. ഒരു പുതിയൊരു എന്താ പറയുക, റീജനറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാന്നല്ല, ഒരമ്മയ്ക്ക് എന്താ പറയുന്നത്, അതായത് ഒരു കുഞ്ഞിനെ കൂടെ പരിചരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അമ്മയെ മാറ്റിയെടുക്കുക. അത്രയും സ്ട്രെസ് ചെയ്യുന്ന ഒന്ന് റിലാക്സ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് പ്രധാനമായിട്ടും നോക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ എന്താ പറയുക, അമ്മയെ ഹെൽത്തി ആക്കുക, ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്കുക. പിന്നെ ഈ ഒരു ടൈമിന് ഇപ്പം സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ബ്ലഡ് ലോസ് ഒക്കെ വരുന്നത്, അതും എന്താ പറയുക, നമുക്ക് മെഡിസിൻ കൊണ്ടും അല്ലാതെ നമുക്ക് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്റേണൽ മെഡിസിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും അത് ഒരു അമ്മയുടെ കണ്ടീഷൻസ് അനുസരിച്ചിരിക്കും. ഇപ്പം ഭയങ്കര ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് പക്വമായിട്ടുള്ള കഷായങ്ങൾ കൊടുക്കുന്നുണ്ട്, അരിഷ്ടങ്ങൾ കൊടുക്കുന്നുണ്ട്, പിന്നെ ലേഹ്യം, അത് എല്ലാം ഒരു അമ്മയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ കൊടുത്തു വരുന്നത്.